ഇത് വെച്ചിട്ട് നമുക്കൊരു 10 years ഗേളിനുള്ള ഒരു സ്കേർട്ട് അടിക്കാം കേട്ടോ. അതിന് സ്കേർട്ട് ടോപ്പാണ് അവർ പറഞ്ഞത്. സ്കേർട്ട് എന്താ കട്ട് ചെയ്യണം, സ്റ്റിച്ച് ചെയ്യണേ കാണിച്ചു തരാം. ഈ ഒരു സ്കേർട്ട് അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഗേള് 10 years ആണെങ്കിലും 12 yearsൻ്റെ ഒക്കെ ഒരു ഹൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു തുണി ടോട്ടൽ 7 മീറ്റർ ഉണ്ട്. അത് ഞാനിപ്പോൾ മടക്കി വെച്ചിട്ടുള്ളത് ഇത് ടോട്ടൽ മടക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യം താഴത്തേക്ക് ഇത് 2 തട്ടായിട്ടാണല്ലോ. അപ്പോൾ താഴത്തേക്കുള്ള ആ ഒരു തട്ടിനുള്ള തുണി ഒരു 10 ഇഞ്ചാണ് അളവ് വേണ്ടി വരിക. അതിലേക്ക് എക്സ്ട്രാ തയ്യൽത്തും കൂടെ ഇട്ടിട്ട് ഒരു 12 ഇഞ്ച് വെച്ചിട്ട് ഞാൻ താഴേക്കുള്ള തുണി ആദ്യം മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെയാണ് മേലത്തേക്കുള്ള തുണി മുറിക്കുന്നത്. അപ്പോൾ ആ ഒരളവ് എന്ത് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരളവ് അടയാളപ്പെടുത്തിയിട്ട് ഈ സൈഡിൽ നിന്ന് ആ സൈഡിലേക്ക് ഒരു ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ താഴത്തേക്ക് വരുന്ന ആ ഒരു ഞൊറിവിനുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇനി സെയിം ആയിട്ട് മേലേക്കും ഉള്ള മെറ്റീരിയൽ മുറിച്ചെടുക്കണം. അതിനാദ്യം ഇതിപ്പോൾ സെയിം സംഭവം 7 മീറ്റർ താഴത്തേക്ക് എടുത്തോണ്ട് തന്നെ മേലത്തേക്ക് അത്ര വേണ്ട. താഴേക്ക് ഞൊറിവിടുമ്പോൾ ഒരുപാട് എക്സ്ട്രാ പോകും. അപ്പോൾ മേലേക്ക് ഒരു 1 മീറ്റർ 1.5 മീറ്റർ അതൊന്ന് കുറച്ചിട്ട് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാനിതിൽ ഒരു 1.5 മീറ്റർ കുറച്ചതിന് ശേഷം ഞാൻ സെയിം ആയിട്ട് മടക്കി വെച്ചാൽ അതേപോലെ തന്നെ മടക്കി വെച്ചാൽ തുണിയുണ്ട്. ഇത് ഇനി നമ്മൾ മേലെ ഭാഗത്തേക്ക് ഒരു ടോട്ടൽ വേണ്ടത് 38 ആണ്. ഒരു 38 ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മേലെ ഭാഗത്തേക്ക് ഇതേപോലെ തന്നെ 28 കൃത്യമെടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അരഭാഗം എക്സ്ട്രാ നമ്മൾ വേറെ കൊടുക്കുകയാണ് ചെയ്യുക. സൈഡിൻ്റെ തുണി മെറ്റീരിയൽ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ മേലെ ഭാഗത്തിന് ഒരു 28 എടുക്കുക ഇഞ്ച്. ഇതിൻ്റെ ഇത് സംഭവം സെയിം തന്നെ താഴെ ഭാഗത്തേക്കും അടയാളപ്പെടുത്തിയിട്ട് വരച്ചു കൊടുത്ത പോലെ തന്നെ ഒരു മേലെ ഭാഗത്തെ മെറ്റീരിയലും അടയാളപ്പെടുത്തിയത് വരച്ചു കൊടുക്കുക. വരച്ചു കൊടുക്കണത് എന്താണെന്ന് വെച്ചാൽ ലൈന് കറക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിലും വിചാരിച്ചിട്ടാണ്. ചിലപ്പോൾ ചില വർക്കുകളൊക്കെ നോക്കി നമുക്ക് കൃത്യമായിട്ട് വെട്ടി കൊടുക്കാം. ചിലത് അങ്ങനെ വൃത്തിക്ക് കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ വെട്ടി കളഞ്ഞപ്പോൾ കിട്ടിയൊരു ഇത്ര മെറ്റീരിയൽ ഇതിൽ വേറെ കിട്ടിയിട്ടോ. അപ്പോൾ ഇതാണ് മേലെ ഭാഗത്തേക്ക് വെട്ടിയത്. നോക്കാം ഇതിക്കുള്ള ലൈനിങ്. ഇത് ക്രേപ്പാണ്. ക്രേപ്പ് ടോട്ടൽ എന്താ ടോട്ടലൊക്കെ എടുത്തുമ്പോൾ ക്രേപ്പ് ടോട്ടൽ 3.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ടോട്ടൽ 37 എടുക്കുക. കുറച്ചൊരു 2 ഇഞ്ച് 3 ഇഞ്ച് വിധത്തിൽ ഇങ്ങനെ ജസ്റ്റ് ലൈനിങ്ങിൻ്റെ ഇതും നെറ്റിൻ്റെ ഇതും വേറെ വേറെ നിൽക്കുന്ന വിധത്തിൽ ആയിട്ട് ഒരു 37 ഇറക്കെടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ക്രേപ്പിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്തത് ഇതാണ്. നമ്മൾ മേലെ ഭാഗത്തേക്ക് കട്ട് ചെയ്യും. ഇനി ഇത് മേലെ ഭാഗത്തേക്കുള്ള ആ ഒരു മെറ്റീരിയലിൻ്റെ പാർട്ടാണ് കേട്ടോ. ഇതിന് ഇതിന് ഞൊറിവിടാൻ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ അറ്റത്ത് കൂടെ കുറച്ചും കൂടെ സ്റ്റിച്ച് വലുതാക്കിയിട്ട് ഒരു 2 ലൈന് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇത് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതേപോലെ തന്നെ എൻഡിങ് ഭാഗത്ത് അതേപോലെ തന്നെ തിരിച്ചിട്ട് അടിച്ചിട്ട് ഒരു 2 ലൈന് അടുപ്പിച്ചടിച്ചിട്ട് അത് വലിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണ് ഞാൻ ഞൊറിവിടൽ. ഇപ്പോൾ കുറച്ചും കൂടെ കട്ടി തിക്നെസ് തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞൊറിവിടുന്നത്. ഇതിങ്ങനെ ഈ ഒരു അറ്റത്ത് അടിച്ചെത്തുമ്പോൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വെച്ചിട്ട് ഇതിൻ്റെ ഒരു കുറച്ച് താഴെ കൂടെ ഇട്ട് ഫ്രണ്ടിക്ക് വീണ്ടും അടിക്കുക.
ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു 2 സ്റ്റിച്ച് ഈ അറ്റത്ത് വന്ന് കിടക്കുന്നുണ്ടാവും. 2 സ്റ്റിച്ച് ഇതിന് ഒരു സൈഡിൽ നിന്നുള്ള നൂലെടുക്കുക. 2 സ്റ്റിച്ചിൻ്റെയും ഓരോ സൈഡിൽ നിന്നുള്ള നൂലെടുക്കുക. സെയിം സൈഡായിരിക്കണം. സെയിം സൈഡിലുള്ള സ്റ്റിച്ച് എടുത്തിട്ട് ഇതിങ്ങനെ വലിച്ചു കൊടുക്കുക. ഇങ്ങനെ വലിച്ച് വേണം ഇത് ഫുള്ളും ഞൊറിവിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഞൊറിവിട്ട് കഴിയുമ്പോൾ ഒരു ഇത്രയും കൂട്ടും. ഇതിപ്പോൾ ഞാനെന്താ വെച്ചാൽ ഫുള്ള് കൂട്ടാത്തത്, ഞങ്ങൾക്ക് മേലെ എലാസ്റ്റിക്കാണ് വയ്ക്കുന്നത്. അപ്പോൾ മേലെ എലാസ്റ്റിക് വയ്ക്കുമ്പോൾ ഒന്നും കൂടെ ഞൊറിവിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു നീളത്തിലാണ് ഞാൻ മേലെ ഭാഗം എടുത്തിട്ടുള്ളത്. ഇനി ഒരു മേലെ ഭാഗം നമ്മളിങ്ങനെ ജസ്റ്റ് എടുത്താൽ മാത്രം പോരാ, ഇതിൻ്റെ മേലെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കണം, എന്നാലും ഇത് വൃത്തിക്ക് അതായത് നിൽക്കുള്ളൂ. മേലെ ഭാഗം അങ്ങനെ അടിച്ചിട്ട് ലൈനിങ്ങും കൂടെ ഇങ്ങനെ ഞൊറി വെച്ചിട്ട് ഇതിക്ക് വെക്കാനുള്ള വിധത്തിൽ ഞൊറി വിട്ടിട്ട് ലൈനിങ്ങും കൂടെ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ താഴെ ഭാഗത്ത് നമുക്ക് വെക്കാനുള്ള ആ ഒരു പാർട്ട് ഞൊറി ഇട്ടിട്ട് താഴെ സൈഡ് വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ മേലെ ഭാഗത്തുള്ള ലൈനിങ് വെച്ചിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. കൂട്ടി കഴിയുമ്പോൾ അങ്ങനെ വരും. ഇനി ഇതിൻ്റെ താഴത്തേക്ക് വെക്കാനുള്ള ഞൊറിവ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എക്സ്ട്രാ അങ്ങനെ കുറച്ച് മേലേക്ക് പൊങ്ങിയിട്ടാണ് വെച്ചിട്ടുള്ള ഞൊറിവ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ ഈ ഒരു അറ്റത്ത് ഇങ്ങനെ അടിച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഞൊറിവ് മേലുള്ള പോലെ തോന്നണമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള അങ്ങനത്തെ ഒരു മിഡിയുടെ മോഡലായതുകൊണ്ട് അങ്ങനെയാണ് ഇത് താഴത്തേക്കുള്ളത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സംഭവം ഈ മേലെ ഞൊറിവിട്ട ഭാഗത്തേക്ക് വെച്ചടിച്ചു കൊടുക്കണം. മിഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. അതായത് ഞാൻ ഫുഡ് കഴിക്കാൻ കയറി, അപ്പോൾ പിന്നെ എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇത് ഒന്നുമില്ല, ഇത് പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ജസ്റ്റ് മേലെ ഇലാസ്റ്റിക് ഇതേപോലെ ഒരു തുണി വെച്ചടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇലാസ്റ്റിക് വെച്ചത് സെപ്പറേറ്റ്. ഇത് മേല് കുത്തുന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ തുണി വെച്ചിട്ട് സെപ്പറേറ്റാണ് ഇലാസ്റ്റിക് വെച്ചത് കേട്ടോ. മേല് ഈ ഒരു തുണി നല്ല ഇതാണ്. അപ്പോൾ ക്രേപ്പ് തുണി വെച്ചിട്ട് ഇലാസ്റ്റിക് അത് കൂടെ വെച്ച് അങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോഴുള്ള ഈ ഒരു സ്കേർട്ടിൻ്റെ കോലം ഇങ്ങനെയാണ്. ഫുൾ സ്കേർട്ട് ഈ